മീവി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെലവ് മുഴുവൻ സാധാരണക്കാർ വഹിക്കണം. KSEBയുടെ പുതിയ നീക്കം ഇങ്ങനെ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക. സംസ്ഥാനത്തിന് ആവശ്യമായ വൈദ്യുതി വാങ്ങിയതിനുള്ള ചിലവ് ഗുണഭോക്താക്കളിൽ നിന്ന് ഈടാക്കാനുള്ള നീക്കവുമായി KSEB. 2023-24 സാമ്പത്തിക വർഷത്തിൽ വാങ്ങിയ വൈദ്യുതിക്കാണ് അമിത നിരക്ക് ഈടാക്കാൻ നീക്കം നടക്കുന്നത്. യൂണിറ്റിന് 32 പൈസ എന്ന നിരക്കിൽ അമിത ചാർജ് ഗുണഭോക്താക്കളിൽ നിന്നും വാങ്ങിയെടുക്കണമെന്ന ആവശ്യവുമായി റെഗുലേറ്ററി കമ്മീഷനെ സമീപിച്ചു. വൈദ്യുതി വാങ്ങുന്നതിനായി 745.86 കോടി രൂപയാണ് KSEB ചെലവാക്കിയത്. ജലവൈദ്യുതി ലഭ്യത ഗണ്യമായി കുറഞ്ഞ പശ്ചാത്തലത്തിലാണ് അമിത വൈദ്യുതി വാങ്ങിയത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ മഴ കുറവായത് കാരണം ജലവൈദ്യുതി പദ്ധതികളിൽ നിന്ന് പ്രതീക്ഷിച്ച പോലെ വൈദ്യുതി ഉൽപ്പാദനം നടന്നില്ല. ഈ വർഷത്തിൽ ചൂട് കാലാവസ്ഥ റെക്കോർഡ് രേഖപ്പെടുത്തിയിരുന്ന പശ്ചാത്തലത്തിൽ വൈദ്യുതി ഉപയോഗം ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മഴ കുറവായതിനെ തുടർന്ന് 1477 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയുടെ ഉൽപ്പാദനമാണ് കുറഞ്ഞത്. ബിൽഡ് ആൻഡ് ഓപ്പറേറ്റ് പദ്ധതി പ്രകാരമുള്ള 465 മെഗാവാട്ട് വൈദ്യുതി വിതരണത്തിനുള്ള കരാറുകൾ റദ്ദാക്കിയതും പ്രതിസന്ധി സൃഷ്ടിച്ചു. ഈ കാലയളവിൽ ഉണ്ടായ വൈദ്യുതി ഉപയോഗത്തിലെ അസാധാരണമായ വർധനവും വെല്ലുവിളികൾ ഉയർത്തുന്നതായി KSEB വ്യക്തമാക്കുന്നു. യൂണിറ്റിന് 5 രൂപ 5 പൈസയായിരുന്നു 2023-24 ശരാശരി വൈദ്യുതി വാങ്ങൽ ചെലവ്. 2023-24 സാമ്പത്തിക വർഷത്തെ മൊത്തം വൈദ്യുതി വാങ്ങൽ ചെലവ് 12,982.63 കോടി രൂപയായി ഉയർന്നതായും KSEB വ്യക്തമാക്കുന്നു. KSEBയുടെ ഹർജി റെഗുലേറ്ററി കമ്മീഷൻ മെയ് 27 പരിഗണിക്കുമെന്നും വിവരം. അടുത്ത അറിയിപ്പ്. 2024 ഡിസംബർ 31 വരെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ ജൂൺ 25 മുതൽ ഓഗസ്റ്റ് 24 വാർഷിക മസ്റ്ററിംഗ് നടത്തണമെന്ന് അധികൃതർ അറിയിച്ചു. അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നവർ 30 രൂപയും ഗുണഭോക്താക്കളുടെ വീട്ടിൽ പോയി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് 50 രൂപയും ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രത്തിന് നൽകണം. ഓഗസ്റ്റ് 24 ശേഷം നിലവിലെ ഉത്തരവുകൾക്ക് വിധേയമായി ഗുണഭോക്താക്കൾ പ്രതിമാസ മസ്റ്ററിംഗ് സൗകര്യം സ്വീകരിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും. അടുത്ത അറിയിപ്പ്. PM കിസാൻ ആനുകൂല്യങ്ങളടക്കം ലഭിക്കാൻ കർഷകർ അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ നടത്താമെന്ന നിബന്ധനയും വന്നിരിക്കുന്നു. ഇതിനു പിന്നാലെ കൃഷിഭവനുകളിൽ തിരക്കോട് തിരക്കാണ്. പദ്ധതി പ്രവർത്തനങ്ങളെല്ലാം മാറ്റിവെച്ച് ദിവസങ്ങളായി രജിസ്ട്രേഷന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥർ. സാങ്കേതിക തകരാറുകളും വൈദ്യുതി മുടക്കവും കാരണം രജിസ്ട്രേഷന് മണിക്കൂറുകളോളമാണ് വൈകുന്നത്. വയോധികരടക്കം കാത്തു നിൽക്കുകയാണ്. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.